ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ഏപ്രിൽ 17 ഷീക്കുട്ടീൻ്റെ 7th ബർത്ത്ഡേ ആയിരുന്നേ. അപ്പോൾ അവൾ ആദ്യമേ വന്നിട്ടുണ്ടായി. കേക്ക് കട്ട് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് വേണ്ട, പുറത്ത് എവിടെയെങ്കിലും പോയി കട്ട് ചെയ്യണമെന്ന് വന്നിട്ടുണ്ടായി. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് വിങ്ങാട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയി കട്ട് ചെയ്യാം, എന്നിട്ട് അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്, ഭവാനി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്, ഞാനും വിനോട്ടനൊക്കെ. പക്ഷേ വിനോട്ടൻ്റെ അച്ഛനും അമ്മയ്ക്ക് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊരു പാറ സ്ഥലമാണ്, വെറും പാറ. അവിടെ അവർ കുറേ മാവോ അങ്ങനെ എന്തൊക്കെയോ നട്ടിട്ട് നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. താമരക്കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ നടന്ന് കാണാനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നല്ല നട്ടുച്ച നേരത്താണ് പോയത്, അതുകൊണ്ട് പിന്നെ നടന്ന് കാണാനൊന്നും നിന്നില്ല, നല്ല വെയിലല്ലേ. അപ്പോൾ ഷീക്കുട്ടി ഇതേ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ വിനുവാട്ടൻ, ഷീക്കുട്ടി, പിന്നെ അച്ഛനമ്മ, പിന്നെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് വിബി പറഞ്ഞിട്ട്, അവനും. വേറെ ആരും വിളിച്ചില്ല. മീൻസ് അങ്ങനെ ആയില്ല, 7 വയസ്സായില്ലേ. ഇനിയിപ്പോൾ വലിയ ആഘോഷമൊന്നും വേണ്ടാന്ന് വെച്ച്. ഇതാണ് വിനുവാട്ടൻ്റെ അച്ഛനും അമ്മയും. ഷീക്കുട്ടി ആദ്യം അമ്മക്ക് വായിൽ വെച്ച് കൊടുക്കാൻ പോയപ്പോൾ അമ്മ പറഞ്ഞു അച്ചച്ചക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതാണ് വിബി. ഇവൻ്റെ വീട് വിനുവാട്ടൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. എൻ്റെ കൂടെ PGക്ക് ഒന്നിച്ചില്ലായത്. വേറൊരു കണക്ഷൻ എന്താ വെച്ചാൽ ഞങ്ങളുടെ കല്യാണ ബ്രോക്കറും കൂടി അതിൽ. ആള് പോലീസാണ് കേട്ടോ. പിന്നെ ഇത് ബാക്കിൽ വന്നിരുന്ന ആൾ റെസ്റ്റോറൻറ്റിൽ ഇല്ല ആളാണ്. അപ്പോൾ അമ്മ പറഞ്ഞ ആൾക്ക് ഒരു കേക്ക് കട്ട് ചെയ്ത് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഷീക്കുട്ടി ഒരു കേക്ക് കൊണ്ടു കൊടുക്കും. ആൾ പറഞ്ഞ് ചെറിയൊരു പീസ് മതി മോളെ, ഒരു പീസ് കൊടുത്ത് എടുക്കും. ഇവിടെ ഇങ്ങനെയാണ് സെറ്റപ്പ്. ചെറിയൊരു ഇത് കൂടാരം പോലെ ഉണ്ടാക്കി ഓട് വെച്ചിട്ട്, പിന്നെ അതിൻ്റെ നടുവിൽ ടേബിളിട്ട്, പിന്നെ ഇതായിരിക്കും കസേരയൊന്നും ഇല്ല. നിങ്ങളെ എല്ലായിടത്തും എന്താ പറയുക എനിക്കറിയില്ല, നമ്മൾ തെങ്ങ ഇരുത്തി എന്നൊക്കെ പറയും, അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു. പിന്നെ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം ഇവിടെ വീട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ തെയ്യം കാണാൻ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ വേഗം ഇറങ്ങി. നിന്നെ ഞാൻ യൂട്യൂബിൽ കേട്ടലായിട്ടാണ്. ബിബി എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു, എന്നെ യൂട്യൂബിലൊന്നും കേട്ടണ്ടേ, എന്നെ യൂട്യൂബിലൊന്നും കേട്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഷീക്കുട്ടി നൂഡിൽസും നമ്മൾക്ക് വെജിറ്റബിൾ ബിരിയാണി വാങ്ങിച്ചു. നൂഡിൽസിനായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോട്ടി നൂഡിൽസ് വാങ്ങിച്ചാൽ. ഇത് ബിബി അവളുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് ഇങ്ങനെ കളിപ്പിക്കുക അവൾ. അതിൻ്റെ ചുറ്റോടി ഒളിച്ചിരിക്കൊക്കെ ചെയ്തിട്ട് അവൾക്ക് അതിൽ സന്തോഷം. അവൾക്ക് അവളെ വലിയ അരയിൽ ഇങ്ങനെ ഓടിക്കളിക്കുക ചെയ്താൽ ശരിക്കും ഭയങ്കര സന്തോഷം. ഓടിക്കളിച്ച് ലാസ്റ്റ് അവിടെ നിന്ന് വീണ്, പിന്നെ അമ്മയടുത്ത് നടന്ന് കുറേ സമയം അമ്മയടുത്ത് നടന്ന്. ഇവിടെ മാവിലൊക്കെ നിറച്ച് മാങ്ങയുണ്ട് കേട്ടോ, അതൊക്കെ കാണിച്ചു കൊടുത്തു. ദേ വരുന്നുണ്ട്. നല്ല രസമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി. നല്ല ഉണ്ടായിരുന്നു, മൊത്തം നടന്ന് കാണണം എന്നൊക്കെ ഉണ്ടായി, പക്ഷെ നടന്നില്ല. ഇതേ താമരക്കുളം. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് രാത്രി തെയ്യം കാണാനൊക്കെ പോയിട്ട് പിന്നെ വീട്ടിലെത്തുമ്പോൾ 9 ഞാൻ പോയി.
പിന്നെ എൻ്റെ ഏട്ടനും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ടൂർ പോയിട്ടുണ്ടായി. അപ്പോൾ ഇത് ഏട്ടൻ്റെ ഫ്രണ്ടാണ്. ചേട്ടൻ നമ്മളെ വീട്ടിൽ തന്നെയാണ്. ഏട്ടനില്ലെങ്കിൽ എനിക്ക് എല്ലാത്തിനും ചേട്ടൻ. അവിടെ വെച്ച ഇവിടെ വെക്കടി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ആരും വീഡിയോ നിർത്തില്ല, അവർ വന്ന ക്ഷീണത്തിലല്ലേ. അപ്പോൾ പെട്ടെന്ന് മുറിച്ച് തീർക്കാമെന്നുള്ളത്. പിന്നെ ഇത് ഏട്ടൻ്റെ മോനാണ്. ഒത്തിരി ഗിഫ്റ്റൊക്കെ കൊടുത്ത് അതിങ്ങനെ ഇത് പറിച്ചെടുത്ത് സംഭവം തൊടയില്ലാന്ന് രണ്ടാളും. ഇത് ഇതാണ് സാധനം. അതിങ്ങനെ നമ്മൾ തൊടുമ്പോൾ ആടിക്കൂടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഏതായിരുന്നു നല്ല വേറൊരു ഗിഫ്റ്റ്. ഇത് ടൂർ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച. പിന്നെ ഇത് വിനുവേട്ടൻ്റെ അനിയൻ്റെ ഗിഫ്റ്റ്, ചിക്കുട്ടീൻ്റെ ആപ്പൻ്റെ. ഇത് അനിയൻ്റെ മോന് ഈ ടൈപ്പ് വണ്ടിയുണ്ട്, ട്രക്ക്, മോൺസ്റ്റർ ട്രക്ക് അങ്ങനെ എന്താണ്ടാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവക്കും വേണമെന്നുണ്ടായി. അപ്പം അവർ പറഞ്ഞു ശിക്കുട്ടീൻ്റെ അടുത്ത ബർത്ത്ഡേക്ക് നമ്മളിത് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അപ്പം ആൾക്ക് മുന്നേ അറിയാം അപ്പൻ്റെ വകയിലെ ഗിഫ്റ്റ് ഇതാണെന്ന്. അപ്പോൾ ഇതാൾ കൊറിയർ വന്നപ്പോൾ ഞാൻ കൊറിയർ സെൻറ്ററിൽ പോയിട്ട് വാങ്ങിച്ചത്. അപ്പോൾ ഷീക്കുട്ടി എൻ്റെ കൂടെ ഉണ്ടായി. അപ്പോൾ പിന്നെ ഞാനത് നമ്മളെ ഗിഫ്റ്റ് പേപ്പർ വെച്ച് പൊതിയാനൊന്നും നിന്നില്ല. തിരിച്ച് വന്ന് അപ്പം തന്നെ ഞാൻ അവർക്കത് കൊടുത്ത്. അതുകൊണ്ട് പിറന്നാളിൻ്റെ തലേന്ന് തന്നെ അവൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഷീക്കുട്ടീൻ്റെ പിറന്നാളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.